ഹലോ ഡിയേഴ്സ്, ബ്യൂട്ടി ബീറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷുവിൻ്റെ ഔട്ട്ഫിറ്റ്സ് ഒക്കെ എല്ലാവരെയും സെറ്റായോ? അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വിഷു സ്പെഷ്യൽ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബ്ലൗസസ് ആണ് ആവശ്യം. അപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുള്ള കുറച്ച് ബ്ലൗസസ് നിങ്ങളെ കാണിക്കാം. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ബ്ലൗസസ് ആണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വില വന്നിട്ട് ഒരു 500 രൂപയുടെ താഴെയുള്ളൂ. ആദ്യത്തെ ബ്ലൗസ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ നേരത്തെ ഇട്ടൊരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഇത് ഇട്ടിട്ടുണ്ട്. വിഷു സ്പെഷ്യലിൻ്റെ ഈ ഒരു ബ്ലൗസാണ്, സ്ലീവ്ലെസ് ആണ്. നമുക്ക് ഇങ്ങനെ ഒരു മിറർ വർക്കിൻ്റെ, അതായത് മിറേഴ്സ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ഒരു ലുക്കിലാണ്. പക്ഷേ ഇത് ആക്ച്വൽ മിറേഴ്സ് അല്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ കൂടെ നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്തിട്ടാണ് കിട്ടുക. നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇടാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്ലൗസാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ വരുന്നത് ഡീപ്പായിട്ടുള്ളൊരു വീനക്ക് പോലെയാണ് വരുന്നത്. പിന്നെ ബാക്കിൽ നമുക്ക് ഈ ഒരു ടൈ ആണ് വരുന്നത്. മുകളിലും ഒരു ടൈ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് അടിയിലത്തെ ഭാഗത്ത് ഇങ്ങനൊരു ടൈ ആണ് വരുന്നത്. ഡീപ്പ് വീനക്കാണ് വരുന്നത്. ഫ്രണ്ടിലും അതുപോലെ തന്നെ വീനക്ക് തന്നെയാണ് വരുന്നത്. പിന്നെ ഇത് പാഡഡ് ബ്ലൗസാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് സെറ്റ് സാരിയോടുകൂടി പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു വീഡിയോ ക്ലിപ്പിൽ തന്നെ കാണാം. ആ ഒരു സെറ്റ് സാരിയുടെ കൂടെ നന്നായിട്ടത് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. നമുക്ക് ബ്ലാക്ക് മെറ്റൽ ജ്വല്ലറിയോ അല്ലെങ്കിൽ ഗോൾഡൻ ജ്വല്ലറി വേണമെങ്കിൽ നമുക്ക് വലിയ ജുംകാസൊക്കെ ഇട്ടിട്ട് പെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലൗസാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 300 റുപ്പീസിൻ്റെ താഴെയാണ്. ഇത് ഞാൻ മീഷോ എന്നാണ് വാങ്ങിച്ചത്. ഇത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എല്ലാത്തിലും അവൈലബിൾ ആണ്. പക്ഷേ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലൗസാണ് കേട്ടോ. ഇത് നമ്മുടെ സെക്കൻഡ് ബ്ലൗസ് എന്ന് പറയുന്നത് ഒരു സ്ലീവ്ലെസ് ബ്ലൗസ് തന്നെയാണ്. ഇത് ഞാൻ മീഷോ വാങ്ങിച്ചിട്ടുള്ള ബ്ലൗസാണ്. ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് അറിയാൻ ഗസ് ചെയ്യാവും. ഇതിൻ്റെ പ്രൈസ് ആക്ച്വലി വരുന്നത് ബിലോ 200 ആണ് വരുന്നത്. ബിലോ 200 ആണെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു ക്വാളിറ്റി അത്ര വലിയ ക്വാളിറ്റി ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷേ അത് കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് റേഞ്ച് അത്ര ആയതുകൊണ്ട് പ്രശ്നമില്ല. ലൈനിന് വെക്കാതെയാണ് അടിച്ചിരിക്കുന്നത്. ലൈനിന് വെക്കാതെ അടിച്ചിരുന്ന ബ്ലൗസാണ്. പക്ഷേ എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും അതിന് തോന്നുന്നില്ല. മെറ്റീരിയൽ വൈസ് ആണെന്നുണ്ടെങ്കിലും ക്വാളിറ്റി വലിയ കുഴപ്പമൊന്നുമില്ല. എൻ്റെ സൗണ്ടിന് ചെറുതായിട്ട് തൊണ്ടെടുപ്പൊക്കെ ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്. പ്ലീസ് ഫോർഗിവ് മീ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അഫോർഡബിൾ ആയിട്ടുള്ളത് എനിക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഭംഗിയാണ്. ഇങ്ങനെ നേരിട്ട് കാണുന്നതിനേക്കാൾ ഇങ്ങനെ ഞാൻ കാണിച്ചു തരുമ്പോൾ ഇതിൻ്റെ ഭംഗി അങ്ങനെ അറിയില്ല. പക്ഷേ ഇത് ഇട്ട് കാണിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോ ക്ലിപ്പിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ആ സെറ്റ് സാരിയുടെ കൂടെ നന്നായിട്ട് പേര്. പിന്നെ നമുക്കിത് സെറ്റ് സാരിയുടെ കൂടെ മാത്രമല്ല കേട്ടോ, അല്ലാതെയുള്ള പ്ലെയിൻ സാരീസിൻ്റെ കൂടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള സാരീസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ബ്ലൗസാണ്. പിന്നെ സാരീസിൻ്റെ കൂടെ മാത്രമല്ല, നമുക്കിത് സ്കേർട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം പെയർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഒരു ധാവണി ലുക്ക് പോലെയൊക്കെ ചെയ്യാനായിട്ടും കസവിൻ്റെ സ്കേർട്സ് ഒക്കെ വരുന്നുണ്ടല്ലോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് നന്നായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ബ്ലൗസാണ്. നമുക്ക് ട്രഡീഷണലി ഉള്ളൊരു ആക്സസറീസ് ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അടിപൊളിയായിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലൗസാണ്. ഇനി നമ്മുടെ തേർഡ് ബ്ലൗസ് എന്ന് പറയുന്നത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ബ്ലൗസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ബ്ലൗസാണ് കേട്ടോ. ഇതിൻ്റെ ഈ പഫ് സ്ലീവ്, ഈ ഒരു ഇവിടെ പഫും ഇവിടെ പ്ലെയിൻ ആയിട്ട് വന്നിട്ടുള്ള ഇവിടെ വർക്കൊക്കെ ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ഒരു ബ്ലൗസാണ്. ഇത് നമുക്ക് അതായത് പക്ക ട്രഡീഷണൽ എന്ന് പറയാം, അങ്ങനത്തെ രീതിയിലുള്ള ഒരു ബ്ലൗസാണ്. ഇതിൻ്റെ ഹക്കൊക്കെയാണ് വരുന്നത് ഈ ബ്ലൗസിന്. പഫ് സ്ലീവ്സ് ആണ് വരുന്നത്. പിന്നെ ഇവിടെ ഈ ഒരു എൻഡിൽ നമുക്ക് നല്ലൊരു ഹെവി വർക്ക് തന്നെ വരുന്നുണ്ട്. സീക്വൻസ് വെച്ചിട്ടുള്ള ഒരു ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലൗസാണ്. ഇത് നമുക്ക് റെഡ് വർക്ക് വന്നിട്ടുള്ള സെറ്റ് സാരിയുടെ കൂടെ അല്ലെങ്കിൽ പ്ലെയിൻ സെറ്റ് സാരിയുടെ കൂടെയൊക്കെ വെയർ ചെയ്യുമ്പോൾ നല്ല അടിപൊളിയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആ വീഡിയോ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ അതിൻ്റെ ബാക്കിലൊരു ടൈ കൂടെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ താഴെ കുറച്ച് ഹാങ്സ് നല്ല ഭംഗിയിൽ വരുന്നുണ്ട്. പിന്നെ ഇതും പാരറ്റ് ബ്ലൗസ് തന്നെയാണ് വരുന്നത്. ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്ലൗസാണ് കേട്ടോ. ഇത് ആക്ച്വലി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഇത് ആമസോണിലും മീഷോയിലും ഫ്ലിപ്കാർട്ടിലും എല്ലാത്തിലും അവൈലബിൾ ആണ്. 500 ആണ് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത്. ഇത് ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ മീഷോയിലും എല്ലാത്തിലും ഈ ഒരു ബ്ലൗസ് അവൈലബിൾ ആണ്. പക്ഷേ പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട്. ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അത് അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ. ക്വാളിറ്റിയിലൊന്നും ഒരു പ്രശ്നമില്ല. ബിലോ 500 ആണെന്ന് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള ബ്ലൗസ് തന്നെയാണ് ഈ പ്രൈസ് റേഞ്ചിൽ. നല്ല ക്വാളിറ്റിയുള്ള ബ്ലൗസാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ഇതിൻ്റെ ഇവിടെ നെക്ക് പോർഷനിലാണെങ്കിലും ഇവിടെ അടിഭാഗത്താണെങ്കിലും ഒക്കെ നമുക്ക് ഇങ്ങനത്തെ തരത്തിലുള്ളൊരു വർക്ക് കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് പെയർ ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഈ ഒരു ബ്ലൗസും ഞാൻ ഇട്ടിരിക്കുന്ന ബ്ലൗസും ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തിരിക്കുന്ന ബ്ലൗസ് തന്നെയാണ്. ആമസോണിൽ നിന്ന് വാങ്ങിച്ച ബ്ലൗസാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ബിലോ 500 തന്നെയാണ്. ഇത് നമുക്ക് സെറ്റ് സാരിയുടെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ബ്ലൗസാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഹുക്കാണ് വരുന്നത്. പിന്നെ ഇവിടെ സ്ലീവ്സിലും അതുപോലെ തന്നെ നെക്കിലും ഒക്കെ നല്ല വർക്ക് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്ക് പോർഷനിലും ഒക്കെ ഹെവി വർക്കാണ് വരുന്നത്. അപ്പോൾ ഇതും നമുക്ക് ഈ ഒരു സെറ്റ് സാരിയുടെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബ്ലൗസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനത്തെ ബ്ലൗസസ് വാങ്ങിച്ച് ഒന്ന് ഓൾഡ് സെറ്റ് സാരി വെച്ച് പെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിലുള്ള സാരി തന്നെ നമുക്ക് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ബ്ലൗസിൻ്റെ ലിങ്ക്സ് വേണമെന്നുള്ളവർ കമൻറ്റ് ബോക്സിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക്സ് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ ഡയറക്റ്റ് കയറി ചെക്ക് ചെയ്താലും മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വിഷുവിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ഇപ്രാവശ്യത്തെ വിഷുവിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.